ഹേയ് ഓൾ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ റാപ്പ് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നമുക്കധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഉപ്പ്, നാരങ്ങാനീര്, ഗരം മസാല ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ നല്ലോണം പരട്ടി വെക്കുക. ഇതിൽ ഏറ്റവും മാംസമായിട്ടുള്ള പീസുകളാണ് എടുക്കേണ്ടത്. നമ്മൾ എല്ലുള്ള പീസുകൾ ആക്ച്വലി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊരു 30 മിനിറ്റെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ചിക്കൻ എയർ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ എളുപ്പത്തിന് ഞാൻ എയർ ഫ്രയറിൽ വെക്കുകയാണ്. ഇതാകുമ്പോൾ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഓയിൽ ഇറങ്ങുന്നതായിരിക്കും ചിക്കനിൽ നിന്ന് തന്നെ. ചിക്കന് പകരം നമുക്ക് എഗ് ഓയിൽ യൂസ് ചെയ്യാം. ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വല്ലാതെ അങ്ങോട്ട് മൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇതൊക്കെ. ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ തക്കാളി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾസ് ആയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നമുക്ക് വേണം മസ്റ്റായിട്ട്. പിന്നെ ഉള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ള പോലെ. ബ്രോക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ് ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിന് ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ക്യാപ്സിക്കും, ക്യാരറ്റും, തക്കാളിയും, പിന്നെ നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കോക്കനട്ട് ഓയിലിൽ കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുക, ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി പോലത്തെ ഒക്കെ ആഡ് ചെയ്യാം, കുരുമുളകൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ സ്പൈസസ് ഒന്നും വേറെ ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ചിക്കനിൽ ഓൾറെഡി സ്പൈസസ് ഉള്ളതുകൊണ്ട് അത് മതി. അതിൽ കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി, ബിക്കോസ് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ നേരത്തെ വെന്ത ചിക്കൻ ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലിടാണ്. ഒപ്പം കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ സ്പ്രിങ്കിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഫില്ലിംഗ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ദോശമാവ് പോലെ ഈ കടലമാവിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇനി അതൊരു ദോശ പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്നാലും കോക്കനട്ട് ഓയിലാണ് കുറച്ചുകൂടി സേഫ്. കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. ഞാനിട്ടപ്പോൾ കുറച്ച് അധികമായിപ്പോയി. ഇത്തിരി ഓയിലിട്ടിട്ട് ദോശ പോലെ പരത്തിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മളുടെ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് റാപ്പ് പോലെ ആക്കാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമൂസ പോലെ ഉള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഇത് ജസ്റ്റ് ഞാനിങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണ് എളുപ്പത്തിനായിട്ട്. റോൾ ചെയ്തിട്ട് നമുക്ക് ഇത് വയ്ക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഫ്താറിനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നമുക്ക് സാധാ ഡിന്നറിനായിട്ട് അതിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.